പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഭഗവാന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത് എന്ന് വെച്ചാൽ, നീയാണ് അറിയേണ്ട ആള്. ത്വം വേദിതവ്യം. ബാക്കിയൊക്കെ അറിയണതൊക്കെ മിയർ വേസ്റ്റ്. ജനിച്ചു, എന്ത് ചെയ്തു? ജനിച്ചാൽ എന്താ പ്രയോജനം? ഭഗവാനെ ഭക്തി ചെയ്യണം. ത്വം വേദിതവ്യം. ഭഗവത് അനുഭവത്തിനെ, ഭഗവാനെ അനുഭവിക്കണം. അതിപ്പോ എനിക്ക് മനസ്സിലായി. ഇടയ്ക്കൊക്കെ മനസ്സിലാവും, ഇടയ്ക്ക് പോകും. രാമകൃഷ്ണ പരമഹംസർക്ക് ഒരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ ഡൗട്ട്. അമ്മാവൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരേ വയസ്സാണ്. രാംലാൽ അല്ല, പേര് മറന്നുപോയി. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരു ഭക്തി വരും. ഇടയ്ക്കിടയ്ക്ക് വരും. എന്താന്ന് വെച്ചാൽ, കുറേ ഭക്തന്മാരൊക്കെ രാമകൃഷ്ണ പരമഹംസരെ കാണാൻ വരുമ്പോ അദ്ദേഹം ചോദിക്കും, ഹേ ഗദാധർ. രാമകൃഷ്ണ പരമഹംസരുടെ പേര് ഗദാധർ ചാറ്റർജി. ഹേ ഗദാധർ, നിനക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? എല്ലാരും എന്നെ ഇങ്ങനെ കാണാൻ വരണു, എനിക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ലല്ലോ. നിനക്കാണെങ്കിൽ സംസ്കൃതം അറിയില്ല, ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് ഇത്തിരി സംസ്കൃതം അറിയാം, അധ്യാത്മരാമായണം നല്ലവണ്ണം അറിയാം. അപ്പൊ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ഭക്തൻ പറഞ്ഞു, നോക്കൂ, ഇതോ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് ഭക്തി വന്നിരിക്കും. അതൊക്കെ ഈ അധ്യാത്മരാമായണം കയ്യിലെടുക്കണം, അല്ലെങ്കിൽ മൂക്കുപൊടി ഇടണം. ഇത് രണ്ടെണ്ണെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പഴയ ആളാവുന്നതാണ്. ഉടനെ ചോദിക്കും, നിനക്ക് എന്താ അറിയാം? തന്നെ പോയി എല്ലാവരും ഭഗവാനെന്നും മഹാത്മാവെന്നും അവതാരമെന്നും ഒക്കെ പറയുന്നതൊക്കെ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് എന്നാണ്. ലൗകിക മനുഷ്യർക്കൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ അപ്പൊ ഭഗവാനെ ഗുരുവായൂരപ്പനല്ലാതെ വേറെ ആരും ഗതിയില്ല. ആ വിഷമം മാറി സുഖം വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനൊക്കെ ശരി, ഇതൊക്കെ നടക്കട്ടെ, ഇപ്പൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഈ വിഷമം വന്നുകൊണ്ടേ ഇരുന്നാലേ ഗുരുവായൂരപ്പന്റെ അടുത്ത് എത്തുള്ളൂ, ഭഗവാന്റെ അടുത്ത് പോവുള്ളൂ. ഇത്തിരി ദുഃഖം, ഭഗവാൻ നമുക്ക് വിഷമം തരുന്നത് തന്നെ തന്റെ അടുത്തേക്ക് കൊണ്ടുപോവാനാണ്. ദുഃഖം ദുഃഖായ സ്യാദിൽ. ഇപ്പൊ അർജുനന് വിഷാദം വന്നു. അപ്പൊ കണ്ടു, ഇതാ എല്ലാരും പരസ്പരം കൊല്ലാനായിട്ട് തയ്യാറായിട്ട് ബന്ധുക്കളൊക്കെ നിൽക്കുന്നു, ഒക്കെ നശിച്ചു പോവാൻ പോകുന്നു, നശ്വരമാണ്. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപവും കാണിച്ചു കൊടുക്കുമ്പോ അർജുനൻ പറയാണ്, ത്വമക്ഷരം പരമം വേദിതവ്യം. അങ്ങാണ് നാശമില്ലാത്തത്, ബാക്കിയൊക്കെ നശിച്ചു പോകും. അക്ഷരമായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോകും. ത്വമസ്യ വിശ്വസ്യ പരമം നിധാനം. ഈ വിശ്വത്തിന് ആശ്രയമായിട്ട് അധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മം അവിടുന്നാണ്. ശാശ്വത ധർമ്മഗോപ്ത. ഈ ധർമ്മം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭഗവാന്റെ ഒരു പ്രോമിസാണ്. സത്യം, സത്യവ്രതൻ എന്ന് ഭഗവാൻ ഒരു പേര്. ഭാഗവതത്തില് രാമായണത്തിലൊക്കെ ഭഗവാൻ അവതരിക്കുമ്പോ ഈ വാക്ക് പ്രയോഗിക്കും, സത്യം. ഭാഗവതത്തില് കൃഷ്ണൻ അവതരിക്കുമ്പോ പറഞ്ഞു, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. സത്യവ്രതനാണ് ഭഗവാൻ. ഒരു വ്രതമുണ്ടെന്നാണ് ഭഗവാൻ. എന്താ വ്രതം എന്ന് വെച്ചാൽ, എപ്പോ ധർമ്മത്തിന് ഗ്ലാനി വരണു അപ്പോഴൊക്കെ ഞാൻ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആവിർഭവിക്കും. രാമായണത്തിലും ഭഗവാൻ വാൽമീകി രാമനെ പറയുമ്പോ രക്ഷിത സ്വധർമ്മസ്യ
സ്വസ്യ ധർമ്മസ്യ രക്ഷിത. എങ്ങനെ രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത രക്ഷിത സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിത. ധർമ്മത്തിനെ നല്ലവണ്ണം അറിഞ്ഞ് രക്ഷിക്കുന്നവൻ. ബാലിയെ ഭഗവാൻ വധിക്കുന്നു. അപ്പൊ ബാലി ചോദിക്കണം, നിനക്ക് എന്ത് ധർമ്മം അറിയാം? ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു കുരങ്ങനാണ് ഞാൻ, എന്നെ കൊല്ലണു, തിന്നാൻ പോലും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോ രാമൻ പറയുന്നു, സൂക്ഷ്മ പരമധുജ്ഞേയ സതാം ധർമ്മ പ്ലവംഗമ ഹൃദിസ്ഥ സർവഭൂതാനാം ആത്മാവേദ ശുഭാശുഭം. ധർമ്മം അറിവുള്ളവന്റെ ജ്ഞാനിയുടെ ധർമ്മം എന്ന് പറയണത് ഹൃദയത്തിൽ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. സൂക്ഷ്മ പരമധുജ്ഞേയ സതാം ധർമ്മ പ്ലവംഗമ ഹൃദിസ്ഥ സർവഭൂതാനാം ആത്മാവേദ ശുഭാശുഭം. ഞാൻ എന്ത് ചെയ്യണോ അതാണ് ധർമ്മം. വിതുരൻ മഹാഭാരതത്തില് പറയണ്ട്, യതോ ധർമ്മ തതഃ കൃഷ്ണ യതഃ കൃഷ്ണ തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ധർമ്മം അറിയും എന്ന് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രർ. യതഃ കൃഷ്ണ തതോ ധർമ്മ. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ധർമ്മം ഉണ്ടെന്ന് അറിഞ്ഞോളൂ എന്നാണ്. ധർമ്മം ഉണ്ടായിട്ട് ഭഗവാൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അയാൾ വളരെ നല്ല ആളാണ്, പക്ഷെ ഈശ്വരഭക്തിയും അധ്യാത്മത്തിലൊന്നും രുചിയില്ല എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടാകാം. ധർമ്മത്തിന്റെ ലക്ഷണമേ എന്താ? ചിത്തശുദ്ധി. ചിത്തം ശുദ്ധമായാലോ ആത്മജ്ഞാനത്തിൽ രുചി ഉണ്ടാവണം. അതാണ് ലക്ഷണം. ഈ തിന്ന ഉറങ്ങ ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അല്ലേ? എത്രയോ തിന്നു ഉറങ്ങി എന്ത് കണ്ടു? മരിച്ചു കഴിയുമ്പോ, മരിക്കാൻ പോകുമ്പോ എന്തൊക്കെ ചെയ്തു ജീവിതത്തില്? കുറെ പച്ചക്കറി, കുറെ പഞ്ചസാര, കുറെ അരിയും എണ്ണ, വെളിച്ചെണ്ണ, നല്ലെണ്ണ ഒക്കെ കാലിയായി. കാര്യമായിട്ട് ഒരു പ്രയോജനവും ഇല്ല. ടൺ കണക്കിന് കാലിയായി. ഭൂമിക്ക് ഭാരം. അപ്പോ ജീവിതത്തിന്റെ പരമപ്രയോജനം ഭഗവത് സാക്ഷാത്കാരമാണ് എന്നുള്ള ഒരു ഉദ്ദീപ്തി, ഉള്ളിലൊരു ലക്ഷ്യം വരണം മനുഷ്യന്. ഇങ്ങനെ ഉണ്ടും ഉറങ്ങി ഇങ്ങനെ ഇരുന്നാ പോരാ, ഭഗവത് സാക്ഷാത്കാരം നേടണമെന്ന് തോന്നുകയും ഭഗവത് സാക്ഷാത്കാരത്തിനായി ഉള്ളിലൊരു പെടച്ചിലവർ. രാമകൃഷ്ണദേവൻ അതാണ് പറഞ്ഞത്. എന്തിനൊക്കെയോ ആളുകൾ കരയണു, എനിക്ക് ഭഗവാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളൊന്നും കാണാനില്ലല്ലോ. പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണു, ഇലക്ഷനിൽ ജയിച്ചില്ല എന്ന് പറഞ്ഞ് കരയണു, ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയണു, കുട്ടികളുണ്ടായില്ല എന്ന് പറഞ്ഞ് കരയണു അല്ലേ? ഇതൊക്കെ കിട്ടിയാലും കരയും. പണം കിട്ടിയാലും കരയും, ജോലി കിട്ടിയാലും കരയും, കുട്ടികൾ ഉണ്ടായാലും കരയും. രണ്ടായാലും ലോകത്തിൽ ജനിച്ചാൽ കരയും. ജനിക്കുമ്പോഴേ നമ്മൾ ചെയ്തത് കരച്ചിലാണ്. ഇത് മുഴുവൻ അങ്ങോട്ട് കരച്ചൽ. ഈ കരച്ചൽ നിൽക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന് വേണ്ടി കരയണം. പക്ഷെ ഭഗവാന് വേണ്ടി കരയണം. അഴുതാൽ ഉന്നൈ പെറലാമേ മാണിക്യവാചകർ തിരുവാചകത്തിൽ പറഞ്ഞു. കരഞ്ഞാ ഭഗവാനെ കിട്ടും. നമ്മളൊരു ചൊല്ലുണ്ട്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നല്ലേ. അതൊരു കഥയാ. അതായത് ജ്ഞാനസംബന്ധർ കരഞ്ഞപ്പോ പാല് കിട്ടി. അതെന്നാണ് അത്രയാ കഥ വന്നത്. ജ്ഞാനസംബന്ധരെ അച്ഛൻ ശിവപാദഹൃദയർ ശീർഗാഴിയിൽ കുളത്തുകരയിൽ കൊണ്ടുപോയി ഇരുത്തി. കുളിച്ചുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കുട്ടി വിശന്നിട്ട് അമ്മയെ അച്ഛാന്ന് വന്ന് കരഞ്ഞു. വിശക്കണു. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ കുട്ടിയുടെ വായിൽ ഇങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ആരാ നിനക്ക് പാല് തന്നാന്ന് ചോദിച്ചു. കരഞ്ഞപ്പോ പാല് കിട്ടി. എവിടുന്ന് കിട്ടി? അപ്പോ 3.5 വയസ്സ് കുട്ടി. നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. നമുക്ക് 80 വയസ്സായിട്ട് ആ പാട്ട് വായിൽ വരില്ല. 3.5 വയസ്സ് കുട്ടി പറഞ്ഞു, ചെവിയിൽ തോടിട്ട് മേലെയൊക്കെ ശ്മശാനഭൂതി പൂശി ഋഷഭാരൂഢനായിട്ട് തലയിൽ ജടയും ചന്ദ്രക്കലയും ഒക്കെ ആയിട്ട് ഒരു അമ്മ വന്നു എന്നാണ്. രൂപമൊക്കെ ശിവന്റെയാണ്. പശുപതേഹേ ആകാരിണീ രാജത്തെ. രൂപമൊക്കെ പറയണത് ശിവന്റെയാണ്. ഒരു തലയിൽ ജടാധാരിയായി ചന്ദ്രകലാധരനായി ശ്മശാനഭൂതിഭൂഷിതനായി
കാതില് തോട്, അത് സ്ത്രീകൾ ധരിക്കുന്ന ആഭരണമാണ്. തോട് ധരിച്ച് ഒരമ്മ വന്നു. തോടുടയ സെവിയൻ വിടയേറി ഓർ തൂവെൺമതി ചൂടി കാടുടയ ചുടലൈ പൊടി പൂശിയൻ ഉള്ളം കവർ കൾവം. എന്റെ ഹൃദയം അപഹരിച്ചു കൊണ്ടുപോയ ഒരു കള്ളൻ. ഇതൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ ഭാവനയിൽ വരുമോ? 3.5 വയസ്സ് എവിടുന്ന് വന്നു? ശങ്കരാചാര്യർ പറഞ്ഞു, ജഗദീശ്വരിയുടെ പാല് കുടിച്ച് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. വലിയ കവികൾ പോലും ആശ്ചര്യപ്പെടുന്ന രീതിയിൽ കമനീയ കവയിത എന്നാണ്. തപസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഹാം പയഃപാരാവാരം പരിവഹതി സാരസ്വതൈവ ദയാവത്യാദത്തം ദ്രവിഡ ശിശു ആസ്വാദ്യതവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. ആ ദ്രവിഡ ശിശു ഈ സ്തന്യപാനം ചെയ്ത് കവീനാം പ്രൗഢാനാം വലിയ ഋഷികളെ പോലെ കവിത ചമച്ചു, പാട്ടുപാടിയിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെ പാല് കിട്ടി? കരഞ്ഞു എന്ന്. കരഞ്ഞപ്പോ ഭഗവാനെ കിട്ടി. അരുണാചല അക്ഷരമണമാലയിൽ ഭഗവാൻ പറയണു, ഇന്റെ മുമ്പിൽ ഇനി വന്നിട്ടില്ലെങ്കിൽ മെയ് നീരായി അഴിവേൻ, മെയ് നീരാറ്റഴിവേൻ അരുണാചല. ഈ ശരീരം തന്നെ മെൽട്ടായി ഇറ്റ് വിൽ ബിക്കം എ ലിക്വിഡ്. കരുണയാൽ എന യാണ്ടനി എനക്ക് ഉൻ കാക്ഷി തന്ത് അരുളിലെ என்றார். സാക്ഷാത്കാരം എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഇരുട്ടായ സംസാരത്തിൽ വീണ് ഞാൻ നശിച്ചു പോകും ഭഗവാനെ. അങ്ങനൊരു ഭയം വേണം. ഫിയർ ഈസ് ഓൾസോ നെസസറി. ഭയം വേണം. ഭർതൃഹരി പറഞ്ഞു, എന്തൊക്കെയാ ലോകത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ഭക്തിർഭവേ, ഭഗവാന്റെ അടുത്ത് ഭക്തി. പിന്നെ ഭയമില്ലാതിരിക്കാൻ പാടില്ല എന്നാണ്. ഭയം വേണം. മരണഭയം, ജന്മഭയം ഹൃദിസ്ഥം. എന്തിനെ ഭയപ്പെടണോ അതിനെ ഭയപ്പെടണം. ഇത് ഭഗവാനെയൊക്കെ കണ്ടിട്ടാ ഭയപ്പെടുന്നത്. ഈശ്വരനെ ഭയപ്പെടുക, അമ്പലത്തിൽ പോണാൻ ഭയപ്പെടുക. അയ്യോ ഇപ്പോഴൊന്നും ആയിട്ടില്ല, അത് പേടി തോന്നുന്നു. നല്ല നല്ല കാര്യമൊക്കെ ചീത്ത ചെയ്യാൻ യാതൊരു ഭയവും കാണാനില്ല. അപ്പോ മരണജന്മ ഭയം ഹൃദിസ്ഥമയോ, ഇനിയും ജനിക്ക, ഇനിയും മരിക്ക, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. പേടി തോന്നണം. ഇനിയും ജനിക്കും, ഇനിയും ഗർഭത്തിൽ പ്രവേശിക്കുക എന്നുള്ളൊരു ഭയം. ഇതൊക്കെയാണ് നമുക്ക് ശങ്കരാചാര്യർ ഉപയോഗിക്കുന്ന ഒരു വഴി. എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഗർഭവാസം വന്നു പോകുന്നതാണ്. ഗർഭവാസം, ഒരു ഭക്തൻ പറയും, ഈ ഗർഭവാസം എന്താന്ന് വെച്ചാൽ, ഒരു ട്രെയിൻ സാധാരണ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ബോംബെയിൽ പോകണമെങ്കിൽ തന്നെ 3 ദിവസം വയ്യ അല്ലേ? ഒരു ഫ്ലൈറ്റിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ പോകണമെന്ന് വിചാരിക്കും. ഇതിപ്പോ ഈ ട്രെയിൻ ചൊവ്വയിലേക്ക് പോണ ഗ്രഹം പോലെയാണ് ഏകദേശം. അതിൽ കയറി കഴിഞ്ഞാൽ 300 ദിവസം യാത്ര ഗർഭത്തിനുള്ളിൽ. എല്ലാ വിഷമങ്ങളും അനുഭവിക്കണം, എല്ലാ ദുഃഖവും അനുഭവിക്കണം. കൃപാനന്ദ വാര്യരുടെ ഒരു തമാശയാണ്. മൈസൂർ മഹാറാണി ഗർഭം ധരിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ഗർഭത്തില് AC-യോ 0 വോൾട്ട് ബൾബോ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. എല്ലാവർക്കും സെയിം സഫറിങ്, വേദന, വിഷമം. ഇതൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യന് വൈരാഗ്യം വരണം. മരണജന്മ ഭയം ഹൃദിസ്ഥം. അയ്യോ വീണ്ടും ജനനം, വീണ്ടും മരണം, പല ലോകങ്ങളിൽ യാത്ര. സ്നേഹോന ബന്ധുഷു, നമ്മൾക്ക് ലോകവിഷയങ്ങളിൽ ലൗകികരോട് അറ്റാച്ച്മെന്റ് ഇല്ല. മന്മഥജാ വികാരാഹ, മനസ്സ് ലൗകിക വിഷയങ്ങളാൽ ചഞ്ചലമാവുന്നില്ല. സംസർഗദോഷരഹിത വിജനാവനന്ത, ഏകാന്തമായി കാടുകളിലിരുന്ന് ധ്യാനിക്കണു. എപ്പോഴും ഏകാന്തത്തിൽ ഇരിക്കാൻ സാധിക്കൂ. വൈരാഗ്യമസ്ഥി, അല്ല വൈരാഗ്യം ഉണ്ടതാണ്. കിമതഃ പരമർത്ഥനീയം, ഇതിനുമേലെ ഇനി എന്തു വേണം?
ഒരു സാധകന് എന്തൊക്കെ വേണം എന്നാണ് ഭർതൃഹരി പറയണത്. വൈരാഗ്യമുണ്ട്, ഭഗവാന്റെ അടുത്ത് ഭക്തിയുണ്ട്, ലോകവിഷയങ്ങളിൽ ആസക്തിയില്ല. ഈ സാധന കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മരണജന്മ ഭയം. പുറകെ ഒരു ഭയം, ഫിയർ, ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. തള്ളിത്തരാൻ എന്തെങ്കിലും പുറകെ വേണമല്ലോ. എന്താ ഫോഴ്സ് എന്ന് വെച്ചാൽ ഭയം. അയ്യോ ഇനിയും അജ്ഞാനത്തിൽ വീണുപോയാൽ അയ്യോ സഹിക്കവയ്യ, പുറത്തു പോയാൽ പെട്ടുപോകും, മായയിൽ വീണാൽ പെട്ടുപോകും. അതാണ് ഇപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഈ ജ്ഞാനത്തിന്റെ വില അറിയണമെങ്കിൽ അജ്ഞാനത്തിന്റെ ഭയങ്കരത അറിയണം. ഇതൊക്കെ അറിഞ്ഞ് ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവത് സാക്ഷാത്കാരം, ഭഗവത് ജ്ഞാനം. ബാക്കിയുള്ളതൊക്കെ വ്യവഹാരം മാത്രമാണ്. അതൊക്കെ ഇതപ്പം നിൽക്കും, നാളെ ഉണ്ടാവില്ല, ഇന്നുണ്ട് നാളെ ഇല്ല. ത്വമക്ഷരം പരമം വേദിതവ്യം. ഭഗവാനെ നാശമില്ലാത്ത പൂർണ്ണവസ്തു അവിടുന്ന് മാത്രമാണ്, അറിയേണ്ടത് അവിടുന്ന് മാത്രമാണ്. ബാക്കി ആരോടും നമുക്ക് നിത്യസംബന്ധം ഇല്ല. നിത്യസംബന്ധം ഈശ്വരനോട് മാത്രം. ബാക്കിയുള്ളവരോടൊക്കെ ഇന്ന് സംബന്ധമുണ്ട്, നാളെ ഇല്ല. ശരീരത്തിനോടെ നിത്യസംബന്ധമില്ല അല്ലെ? കഴിഞ്ഞ ജന്മത്തിൽ ശരീരത്തിനോട് ഇപ്പൊ സംബന്ധമുണ്ടോ? എത്രയോ ശരീരങ്ങൾ കഴിഞ്ഞു. എന്തെങ്കിലും ശരീരത്തിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. യൗവനത്തിനോട് കണക്ഷൻ ഉണ്ടോ? ബാല്യത്തിനോട് കണക്ഷൻ ഉണ്ടോ? നമ്മളുടെ അംഗങ്ങൾ തന്നെ ഒന്നിനോടും നമുക്ക് കണക്ഷൻ ഇല്ല. പല്ലുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. തലമുടിയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ട് പോകും. നിത്യസംബന്ധം നമുക്ക് ഭഗവാനോട് മാത്രമാണ് എന്നറിഞ്ഞ് പരമം വേദിതവ്യം. അർജുനൻ പറഞ്ഞു, ഇപ്പോഴാണ് ഭഗവാനെ എനിക്ക് മനസ്സിലാവണത്, അങ്ങാണ് അറിയേണ്ട വസ്തു. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. സനാതനസ്ത്വം പുരുഷോ ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത. ധർമ്മം ശാശ്വതമാണ്. അതേപോലെ ശാശ്വതധർമ്മം, വ്യവഹാരധർമ്മം രണ്ടുണ്ട്. വ്യവഹാരധർമ്മം ലോകത്തിലെ അന്നന്നത്തെ അപ്പപ്പോ ഉള്ള കാലങ്ങളിലേക്ക് വേണ്ടിയതാണ് വ്യവഹാരധർമ്മം. ശാശ്വതധർമ്മം എന്ന് പറയുന്നത് സത്യം പാലിക്കുക. അത് ഈ ആഗസ്റ്റ് മാസം മാത്രമേ സത്യം പറയണ്ടൂ, അങ്ങനെയൊന്നുമില്ല. മഴക്കാലത്ത് മാത്രമേ സത്യം പറയാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. സത്യം എപ്പോഴും, അഹിംസ എപ്പോഴും, അസ്ഥേയം എപ്പോഴും, ത്യാഗം എപ്പോഴും. ഇതൊക്കെ നിത്യം. സാർവഭൗമാ മഹാവ്രതം എന്നാണ് പതഞ്ജലി പറയണത്. മുസ്ലിംസിന് കള്ളം പറയാം, അങ്ങനെയുണ്ടോ? ഇപ്പൊ സനാതനഹാത്വം എന്ന് പറയണം, സനാതനധർമ്മം എന്ന് നമ്മളൊന്ന് പറയണു. സനാതനധർമ്മം എന്ന് വെച്ചാൽ ഈ ശാശ്വതധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ സനാതനധർമ്മമാണ്. ആ ശാശ്വതധർമ്മം നിൽക്കണ വരെ സനാതനധർമ്മത്തിനും നാശമൊന്നുമില്ല. മതത്തിന്റെ പേരെന്ത് മാറിയാലും, രൂപം എന്തു മാറിയാലും, ഒരു മതക്കാർക്കും ഞങ്ങളുടെ ധർമ്മത്തിൽ ഇപ്പൊ സത്യം പറയണം നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഞങ്ങളുടെ മതത്തിൽ ഇപ്പൊ സ്നേഹമായിട്ടിരിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ മതങ്ങളിലും സമാനമായിട്ടുള്ള ചില നിയമങ്ങളെയാണ് സനാതന ശാശ്വതധർമ്മം എന്ന് പറയുന്നത്. ആ ശാശ്വതധർമ്മത്തിന് നാശമേ ഇല്ല. ആ ശാശ്വതധർമ്മത്തിനെ ആരാശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അവനെ ആ ശാശ്വതധർമ്മം രക്ഷിക്കും. ഇതാണ് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നത്. അല്ലാതെ ധർമ്മം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കരുതിക്കൊണ്ട് അതിനെ അനുഷ്ഠിച്ചു എന്ന് പറയാൻ പാടില്ല. ആ അർത്ഥത്തിലാണ് ഭാഗവതത്തിൽ നാരദൻ വ്യാസനെ ചീത്ത പറഞ്ഞത്. നിങ്ങൾ ധർമ്മം എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ ആളുകളെ പഠിപ്പിച്ച് വഴിതെറ്റിച്ചു. ജുഗുപ്സിതം ധർമ്മകൃതേന ശാസ്ത്രതഃ. ഓരോരോ സമയത്തേക്ക് ഓരോരോ ധർമ്മം അതിങ്ങനെ, അത് വ്യവഹാരധർമ്മത്തിനെ പറഞ്ഞു. ചൂത് കളിക്കുന്നത് ധർമ്മമാണെന്ന് ധർമ്മപുത്രർ ധരിച്ചു. ആലോചിച്ച് നോക്കാം.
അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോ ചില കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാർട്ടിയിൽ പോയാൽ ചിലതൊക്കെ ചെയ്യണം, കുടിക്കണം, അതൊരു ധർമ്മമാണെന്ന് ധരിച്ച ചില ആളുകൾ അങ്ങനെ ധരിക്കുന്നുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ ബുദ്ധി. ചില ആളുകൾ ധരിക്കണം അത് ഇതിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്. അതുപോലെയാണ് ധർമ്മപുത്രരെ ചൂത് കളിക്കുന്നത് ധർമ്മമാണെന്ന് ധരിച്ചു. ആഫ്റ്റർ ഇഫക്ട് നോക്കൂ, അത് രാജധർമ്മമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച എന്തിനായി അല്ലേ? അതുപോലെ ഒരു രാജ്യത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല, കുത്തുക, കൊല്ല, ചണ്ട കൂടുക, എത്ര പേര് അതിൽ ധർമ്മമാണെന്നു ഭഗവാൻ കൂട്ടുനിന്നു. എന്താന്ന് വെച്ചാൽ എല്ലാവരും നശിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ രണ്ടു വശത്തും ധർമ്മമൊന്നുമില്ല. വിതുരൻ ഇറങ്ങിപ്പോയി അല്ലേ? കാരണം ഒന്നും എന്ത് ചെയ്താലും കുഴപ്പമാവെന്ന് വന്നിട്ടാണ് ഇറങ്ങി ഒരു പോക്ക് പോയത്. എന്താ? ശാശ്വത ധർമ്മത്തിനെ ആശ്രയിച്ചും കൊണ്ട് ഇറങ്ങിപ്പോയി. ഭീഷ്മർ ധരിച്ചു ഇതെന്റെ ധർമ്മമാണ്, ഞാൻ അച്ഛന് വാക്കു കൊടുത്തു, യുദ്ധം ചെയ്യുന്നത് ധർമ്മമാണ്. അദ്ദേഹത്തിന് അങ്ങനെ മരിക്കാനാണ് യോഗം. അപ്പോ ഇവിടെ ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയാണ് ശാശ്വത ധർമ്മത്തിനെ രക്ഷിക്കുന്നവനാണെന്ന്. ഭഗവാൻ അതുമാത്രമേ ഉള്ളൂ കണ്ണ്. അതുകൊണ്ട് ഗോപസ്ത്രീകളോ അവരാരും വൃന്ദാവനത്തിലുള്ള വാസികൾ ആരെയും ഭഗവാൻ മധുരാപുരിയിലേക്കോ ഹസ്തനാപുരത്തിലേക്കോ ഒന്നും വരാനൊന്നും സമ്മതിച്ചതേ ഇല്ല. അവരാരും അതിനുശേഷം കൃഷ്ണനെ കണ്ടിട്ടേ ഇല്ല. എന്താന്ന് വെച്ചാൽ അവരൊക്കെ ശാശ്വത ധർമ്മത്തിൽ, ഭക്തിയില്, ഭഗവത്ജ്ഞാനത്തിന് മാത്രം അർഹരായിട്ടുള്ളവരാണ് ഉദ്ധവരെ അവസാനം ശാശ്വത ധർമ്മത്തിനെ ഉപദേശിച്ച് പറഞ്ഞേച്ചു. ഗീതയിൽ ഭഗവാൻ 12-ാം അധ്യായത്തിൽ പറയുന്നു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസത്തെ. ധർമ്മത്തിന്റെ അമൃതം ഇതാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി. ഇതൊക്കെയാണ് ധർമ്മം. ഇത് അനുഷ്ഠിക്കുന്നുണ്ടോ അവരുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനാണ്, അവനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അവന്റെ പുറകിൽ ഭഗവാൻ ഉണ്ടാവും. അത് തന്നെയാണ് ഭക്തിയും. നോക്കൂ, ഗീതയിൽ ഭഗവാൻ ധർമ്മത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത് കണ്ണീര് വിടല്, ഭസ്മം ധരിക്കല്, ചന്ദന ഇടല്, രുദ്രാക്ഷ ഇടല്, തുളസി ഇടല്, ഇതൊക്കെയാണ് നമുക്ക് ഭക്തി അല്ലേ? കണ്ണീര് വിടലൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്ട്. ചിലപ്പോ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരു ഭക്തൻ ടി പി രാമചന്ദ്രയ്യ അറ്റൻഡ് ഉണ്ടായിരുന്നു, മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കാണും. പല ടൈപ്പ് ഓഫ് സാധകന്മാര്, പല വിധത്തിലുള്ള സാധകന്മാര് വരും. ലോകം മുഴുവൻ അവിടെ വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സന്യാസികളും തപസ്വികളും ഒക്കെ വരും. അപ്പൊ ഒരു സിലോണിൽ നിന്ന് ഒരു സാധു വന്നിട്ട് ദിവസം കണ്ണടച്ചിരിക്കും. കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണീര് വരും. സഹിച്ചില്ല അദ്ദേഹത്തിന്. ഞാൻ ഇത്ര കാലമായിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കുന്നു, ധ്യാനം പോലും ചിലപ്പോൾ വരണില്ല. അദ്ദേഹത്തിന് എപ്പോഴിരുന്നാലും കണ്ണീര്. ഇപ്പൊ ഒരു ദിവസം മലയിലേക്ക് നടക്കാൻ പോകുമ്പോൾ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ അദ്ദേഹം രാവിലെ ഇരുന്നാലും കണ്ണീര് വരുന്നു, ഉച്ചയ്ക്കും കണ്ണീര് വരുന്നു, എപ്പോ ധ്യാനിക്കാനാലും കണ്ണീര് വരുന്നു, എനിക്ക് ഒരിക്കൽ പോലും കണ്ണീര് വരണില്ലല്ലോ. ഫസ്റ്റ് ഭഗവാൻ ചോദിച്ചു, നീയേ അവരെ പാർക്കറേ, എന്തിനാ അവരെ അദ്ദേഹത്തിനെ നോക്കണത്? ഇല്ല ഭഗവാനെ, എന്നാൽ ഇങ്ങനൊരു ഭക്തി ഉണ്ടാവുമോ ഒരു ആശ്ചര്യം. അവർക്ക് കണ്ണിലെ കോളാറില്ലേന്ന് ഉനക്കെന്നെ തരും. കണ്ണിൽ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് വല്ലതും അറിയുമോ എന്ന് വെച്ചു. ഭക്തി എന്ന് പറയുന്നത് ധർമ്മമാണ്. ഭഗവാൻ ഗീതയിൽ ഭക്തി എന്ന് പറഞ്ഞത് ദ്വേഷമില്ലാതിരിക്കുക, മൈത്രീഭാവം, സർവസമഭാവം, സത്യനിഷ്ഠ, സന്തുഷ്ടി, ഈ ആന്തരിക ലക്ഷണങ്ങളെ ഭക്തി എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടെങ്കിൽ കണ്ണീര് വന്നാലും കണ്ണീര് വന്നിട്ടില്ലെങ്കിലും ഭക്തിയാണ്. അതില്ലെങ്കിൽ കണ്ണീര് വന്നാലും കണ്ണീര് വന്നിട്ടില്ലെങ്കിലും ചന്ദനക്കുറി ഇട്ടാലും ഭസ്മം ഇട്ടാലും രുദ്രാക്ഷ ഇട്ടാലും തുളസി ഇട്ടാലും ഭഗവാന് പറ്റിക്കാനൊന്നും പറ്റില്ല. സിനിമയിൽ ഒരാൾ ഋഷിയായിട്ട് ആക്ട് ചെയ്ത ഋഷിയാവുമോ? തലയിൽ ജടയൊക്കെ വെച്ച് കഴുത്തിൽ രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ധരിച്ച് ഋഷിയാവുമോ? ആന്തരിക ലക്ഷണങ്ങൾ മാത്രം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ മന്ത്രം പഠിക്കുക, വേദം പഠിക്കുക, അപ്പൊ ഗീത പഠിക്കുക, ഇതൊക്കെ തന്നെ ഒരു മെഷീനും ചെയ്യും. ഒരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ അത് പറയും, നന്നായിട്ട് പറയും അല്ലേ?
പക്ഷെ സത്യം, ദയ, കാരുണ്യം അത് വല്ലതും അതിനുണ്ടോ? ശാന്തി അത് വല്ലതും അതിനറിയോ? അപ്പോ ഭക്തിക്ക് ഒരു ഡെഫിനിഷൻ, ധർമ്മത്തിനൊരു ഡെഫിനേഷൻ പറയേണ്ടത് മെഷീനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത്. വ്യതിരേകം. ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ ചെയ്യാൻ സാധിക്കാത്തത് എന്താണോ അതാണ്. ഇപ്പൊ അമ്പലത്തിൽ പൂജയാണ് ഭക്തിയെങ്കിൽ ഇപ്പൊ പൂജ ചെയ്യാനൊന്നും ആ പെർഫെക്റ്റ് ആയിട്ട് ആളെ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് മനുഷ്യനെ പോലെ തന്നെയുള്ള റോബോട്ട് കിട്ടും. നല്ലവണ്ണം ശിഖയൊക്കെ വെച്ച് ആചാരമായിട്ട് കച്ചമുടുത്ത് കറക്റ്റായിട്ട് മന്ത്രം ചൊല്ലി കണ്ടാ അറിയേയില്ല മനുഷ്യനാണോ റോബോട്ടാണോ അറിയാതെ മന്ത്രമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചൊല്ലും. പക്ഷേ അതിന് ഭക്തിയുണ്ടോ, ഈശ്വരനുണ്ടോ, ത്യാഗമുണ്ടോ, ദയയുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നതും പലതും അങ്ങനെയാണ്, ഒന്നും ഹൃദയത്തിലില്ല അല്ലേ? അപ്പോ ഏതൊന്ന് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലയോ, നിസർഗമാണോ, അതാണ് ധർമ്മത്തിന്റെ മൂലം, ധർമ്മത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആ ധർമ്മമേ അന്തരാത്മാവില് തൊടുള്ളൂ. ഇറ്റ് വിൽ അവേക്കൻ ദ ലോർഡ്. ഈശ്വരനെ എഴുന്നേൽപ്പിക്കും. അതാണ് ഭഗവാൻ പറയണത്. ഹിരണ്യകശിപു ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കണു എന്നൊക്കെ ദേവതകൾ ചെന്ന് കംപ്ലൈന്റ് ചെയ്തു ഭഗവാൻ അടുത്ത്. ഭഗവാൻ പറയണത് ഉപദ്രവിക്കട്ടെ, ഞാൻ ഏർപ്പാടാക്കിയതാണ്, നിങ്ങളൊക്കെ കുറെ തല്ലുകൊള്ളണം. അതും ഹിരണ്യകശിപൊക്കെ ഭഗവാന്റെ ആളുകളാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസിനെ ഒരു കാരണം പറഞ്ഞ് ലോകത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. നമ്മളൊക്കെ വളരെ വളരെ ഷാലോ ആവുമ്പോ ഈശ്വരൻ പല രൂപത്തിലും വന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിട്ടും നാസ്തികന്മാരായിട്ടും ഈശ്വരദ്വേഷികളായിട്ടും ഒക്കെ വരും. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരൊക്കെ വന്ന് നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിലുള്ള ഭക്തി വരിക. അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ സ്ഥൂല ബുദ്ധികളായിട്ട് ചിലപ്പോൾ ഇരുന്നു പോകും. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ ഏർപ്പാടാക്കിയതാണ്, ഉപദ്രവിക്കട്ടെ. ഭഗവാനെ സഹിക്കവയ്യ, എന്ത് ചെയ്യാൻ, സഹിച്ചോളൂ. അത് ഒരു പിരീഡ് പേര് മൂപ്പരെ കൊണ്ട് തല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെയൊക്കെ. ഇപ്പൊ എപ്പോഴാ അതിനൊരു നിവൃത്തി? അവൻ ആ ബൗണ്ടറി കടന്നാൽ അപ്പൊ ഞാൻ വരുന്നു. ബൗണ്ടറി എപ്പോ കടക്കും? പ്രഹ്ലാദായേതാ ദുഹ്യേത്. ഈ ഉപദ്രവിക്കുന്നത് സെന്റർ വരെ പോയാ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതായത് ശരിയായ ഭക്തൻ, വാസ്തവമായ ധർമ്മനിഷ്ഠനെ മേലെ അവൻ കൈവച്ചാൽ ഹനിഷ്യേപി വരോർജിതം. ബ്രഹ്മാവ് വരം കൊടുത്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ചുമ്മാ സമാധാനപ്പെടുത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ ആരുടെ അടുത്ത് പോയി വരം വാങ്ങിച്ചുകൊണ്ട് വന്നാലും ശരി, പ്രഹ്ലാദന്റെ മേലെ അവൻ കൈവയ്ക്കാൻ തീരുമാനിച്ച അപ്പ കാച്ചുകളയുന്നു. ഹനിഷ്യേപി വരോർജിതം. അതാണ് ശാശ്വത ധർമ്മഗോപ്ത. ശാശ്വത ധർമ്മത്തിന് ഒരു ഹാനിയും വരാൻ ഒക്കില്ല. ഏതേത് ഹാനി വരുന്നു അത് ശാശ്വത ധർമ്മമല്ല. ഇതാണ് അന്വയ വ്യതിരേകം. ഏതേത് ഹനിക്കപ്പെടുന്നു, ഏതേത് കറപ്റ്റഡ് ആവുന്നു, ഏതേത് അഫക്റ്റഡ് ആവുന്നു തീരുമാനിച്ചോളാം. അതും ഈശ്വര നിശ്ചയം തന്നെയാണ്. ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മം നമ്മൾ തീരുമാനിച്ചിട്ടാണ് ഒക്കെ മാറിപ്പോയി, ഒക്കെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരാളും പിടിച്ചിട്ടൊന്നും നിൽക്കണില്ല. ഇന്ന ജാതി, ഇന്ന വർണ്ണം, ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒക്കെ കൂടിക്കൊഴഞ്ഞ് ആരാണോ അത് നല്ലവണ്ണം വാദിക്കണത് അവരുടെ ഫാമിലിയിൽ തന്നെ കുഴപ്പമുണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ നടക്കണത്. കുട്ടികളൊക്കെ ഇവിടുന്ന് അടുത്ത കോണ്ടിനെന്റിൽ പോയി. കോണ്ടിനെന്റൽ ചേഞ്ചാണ്, ഒരു ജാതിയിലെ ചേഞ്ചൊന്നുമല്ല. ഏതോ കേരളത്തിലുള്ള ആള് അമേരിക്കനായിട്ട് മാറി. അടുത്ത ജനറേഷൻ അവർ അമേരിക്കനും അല്ല ഇന്ത്യനും അല്ല എന്ന് മാറി. എന്താ ഇങ്ങനെ മാറണമെന്ന് ചോദിച്ചാൽ അത് ശാശ്വത ധർമ്മമല്ല. ഈശ്വരൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നേരെ മറിച്ച് സത്യത്തിനെ നുണയാക്കാൻ പറ്റില്ല. ദ്വേഷം, വെറുപ്പ് മുതലായിട്ടുള്ളതൊന്നും അതൊന്നും ഒരു നിയമമാക്കാൻ പറ്റില്ല. ഈശ്വര ഭക്തി എന്നുള്ളത് മാറാൻ പറ്റില്ല. സ്പിരിച്വൽ നോളജ് എന്നുള്ളത് മാറാൻ പറ്റില്ല. അത് ലോകത്തിന് മുഴുവൻ സമാനമാണ്. ഈ ആത്മവിദ്യ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നായി. ഈ ആത്മവിദ്യ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് റിലീജിയനിൽ എവിടെ ഉള്ള ആളാവട്ടെ അയാൾക്ക് സംസാര നിവൃത്തി വേണം, ശാന്തി വേണം എന്ന് പറയുമ്പോൾ വന്നിരിക്കും. അവന് വർണ്ണം ആശ്രമം ഒക്കെ വരും. അവന് ധർമ്മമുണ്ട്.
അപ്പൊ ശാശ്വത ധർമ്മം ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റാണ്. ലോകധർമ്മം എന്ന് പറയണത് അപ്പം മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാറുമ്പോ നമ്മളുടെ കയ്യിലില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. ഫ്രീ. ശാശ്വത ധർമ്മം പിടിച്ചുകൊള്ളുക, സത്യത്തിനെ പിടിച്ചുകൊള്ളുക, ദ്വേഷിക്കാതിരിക്കുക, മൈത്രീഭാവത്തിനെ പിടിച്ചുകൊള്ളുക, സർവഭൂത സമഭാവത്തിനെ പിടിച്ചുകൊള്ളുക, ശാന്തിയെ വെച്ചുകൊള്ളുക, ഭഗവത് ധ്യാനത്തിനെ വെച്ചുകൊള്ളുക, ജ്ഞാനനിഷ്ഠയെ വെച്ചുകൊള്ളുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ പറയണു നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തന് നാശമില്ല. അവൻ എന്തെങ്കിലുമൊക്കെ നാശമോ വിഷമമോ വരുമ്പോ അവൻ എന്റെ അമ്പലത്തിൽ വന്ന് കാണുമെന്ന് വേണ്ട, അവന്റെ മുമ്പിൽ ഒരു തൂണുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു. അതാണ് കാണിക്കുന്നത്. അവന് ധൃതിയൊന്നുമില്ല. ഭഗവാൻ പറയണത് അവന് യാതൊരു വിഷമവും വരില്ല. അവന്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്റെ ചക്രം പുറകെ ഉണ്ട്, അല്ലേ? അതാണ് അംബരീഷ ചരിത്രം. അവന്റെ മേലെ ആരെങ്കിലും കൈവച്ചാൽ തൂണിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തു വരും. ഐ ക്യാൻ മാനിഫെസ്റ്റ് എനിവേർ. എവിടെ വേണമെങ്കിലും ഞാൻ പുറത്തു വന്ന് അവനെ സംരക്ഷിക്കും. എന്താ? ശാശ്വത ധർമ്മഗോപ്ത. ഒരിക്കലും നാശമല്ല. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം. നിത്യാഭിയുക്തന്മാരായി എന്റെ ശാശ്വത ധർമ്മത്തിനെ അനുസരിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം. ഭഗവാന്റെ അടുത്ത് പോയി എന്നെ രക്ഷിക്കുന്നൊന്നും പറയണ്ട. നമ്മള് ഭഗവാനാൽ രക്ഷിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ ഭഗവാൻ രക്ഷിക്കും. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ചിലപ്പോൾ നശിപ്പിച്ചു കളയും. യോഗക്ഷേമധുരന്ധരസ്യ സകലശ്രേയപ്രദോദ്യോഗിനഃ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനഃ ബാഹ്യാന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവതഃ കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമാന്തരംഗൈതി മേ ചിത്തേ സ്മരാമി അന്വഹം. ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, എന്റെ കാര്യം നടത്തി തരുന്നു. കുട്ടികൾക്ക് അറിയണ പോലെ നമുക്ക് കരയാം. പക്ഷേ ഈശ്വരൻ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ യോഗക്ഷേമ ധുരന്ധരസ്യ. ഈ കുട്ടികള് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ പറയാണ്. ഒരു സമുദ്രത്തില് കളിക്കാൻ പോകുമ്പോ കുട്ടി അമ്മയുടെ അടുത്ത് പറയാം, അമ്മ എന്നെ കടലിൽ വിടണ്ടാട്ടോ, പിടിച്ചോളൂ പിടിച്ചോളൂ പിടിച്ചോളൂ. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണോ? കുട്ടി അമ്മയുടെ അടുത്ത് പറയാം, അമ്മ നാളെ എനിക്ക് ഊണ് തരണം കേട്ടോ. ആലോചിച്ച് നോക്കൂ, ഈശ്വരന്റെ അടുത്ത് പ്രേയിങ് ഫോർ ദ ഡെയിലി ബ്രെഡ്. ഈശ്വരന്റെ അടുത്ത് പറയാ, നാളെ എനിക്ക് ഊണ് തരണം കേട്ടോ എന്ന് പറയണോ? ഗർഭത്തിലിരിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ തന്നത്? അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മയും അച്ഛനും ഒക്കെ ഇൻബിൽട്ടാണ്, അല്ലേ? ഗർഭത്തിനകത്ത് അമ്മയും അച്ഛനൊക്കെ ഇൻബിൽട്ടാണ്, ഉള്ളിലുണ്ട് അമ്മ. ആ ഗർഭത്തിനകത്ത് ഈശ്വരന്റെ ആ ശ്രീകോവിലിന് തന്നെ നമ്മൾ ഗർഭഗൃഹം എന്നാണ് പറയുന്നത്. പവിത്രമായ സ്ഥാനം എന്നർത്ഥം. ആ ഗർഭത്തിനകത്ത് ശിശുവിനെ ആര് രക്ഷിച്ചു? യോ രക്ഷിത ഗർഭേ സഹി രക്ഷിത. ഭാഗവതം പറയണത് ഗർഭത്തിൽ ആരാണോ രക്ഷിക്കണത് അയാൾ തന്നെ ഇപ്പോഴും രക്ഷിക്കണത്. പക്ഷെ ഒരു അവിദ്യ വന്നു, അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കണ്ടേ എന്നൊരു അവിദ്യ ഇപ്പൊ വന്നു. ഗർഭത്തിലിരിക്കുമ്പോ ഏതൊരു കാരുണ്യം, ഏതൊരു സംരക്ഷണ ക്ഷണം രക്ഷിച്ചു അവിടെ, അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സകല ശ്രേയപ്രദോദ്യോഗിന ഒക്കെ നോക്കി വേണ്ടതൊക്കെ ചെയ്ത് കവർ ചെയ്ത് സമയമാകുമ്പോ പുറത്തു പിടിച്ച് തള്ളിയില്ല. ഇപ്പൊ അതുപോലെ നമുക്ക് വിശ്വാസമില്ല. സമയമാകുമ്പോ ഡോക്ടർമാർക്ക് പേടിപ്പിച്ച് എന്തെങ്കിലും ആവും, അപകടമാവും, അങ്ങനാവും, സകലതും കീറി പുറത്തെടുത്തിടുക. അയ്യോ ഇത് ശരിയായ പൊസിഷനിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയും.
അതൊക്കെ മിണ്ടാതെ ഇരുന്നാൽ കറക്റ്റ് സമയമാകുമ്പോൾ പൊസിഷനിൽ വന്നോളും. ഇവര് പേടിപ്പിച്ച് കഴിയുമ്പോൾ ആകെപ്പാടെ ടെൻഷനൊക്കെ ആയിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ പോയി കളയും. ഇത്രയും മൃഗങ്ങളുണ്ട്, ഏതെങ്കിലും മൃഗം സിസേറിയൻ ചെയ്യാൻ പോകണ്ടോ നോക്കൂ. അത് അതാണ് പറയുന്നത്, മൃഗങ്ങളെക്കാളുമൊക്കെ നമ്മൾ എത്രയോ മോശമാണ്, എത്രയോ ചീപ്പ്, സില്ലിയാണ്. എത്ര മൃഗങ്ങളുണ്ടോ, എത്ര സുഖമായിട്ട് പ്രസവിക്കണം. പ്രസവിച്ചു കഴിഞ്ഞാൽ അവരും അവരുടെ പാട്ടിൽ പോയി. അവർക്ക് ചവനപ്രാശവും വേണ്ട, കളരിമരുന്നും വേണ്ട, ഒന്നും വേണ്ട. സുഖം. കുട്ടികളുടെ പാട്ടിൽ തുള്ളിക്കളിക്കണോ, അമ്മയുടെ പാട്ടിൽ പോയി. നമ്മളാണ് പ്രസവത്തിന് മുമ്പ് പേടി, ആസ്പത്രി, അത് ഇത്. എന്താന്ന് വെച്ചാൽ ആ വിശ്വാസമില്ലായ്മയുണ്ടല്ലോ, അതാണ് ഭക്തിയില്ലായ്മ എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഇല്ല നമുക്ക്. നേച്ചറില് മനുഷ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്രാണികൾക്കും ആ ട്രസ്റ്റ് ഉണ്ട്, ഒക്കെ നടക്കും. നമ്മൾക്ക് ട്രസ്റ്റ് പോവാൻ കാരണം എന്താ? നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഭഗവാൻ പറഞ്ഞു, ടു തിങ്ക് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. ബി സ്റ്റിൽ. ചുമ്മാ ഇരിക്കും, നിശ്ചലം. കാര്യം നടന്നുകൊണ്ടേയിരിക്കും. ഈശ്വരന്റെ വൈഭവം നടത്തിക്കൊണ്ടേയിരിക്കും. ചിന്തിക്കുമ്പോ ബ്രേക്കായി, ഇന്ററപ്ഷൻ. നിശ്ചലമായ ചുമ്മാ ക്വയറ്റ്. ഈശ്വരന്റെ ശക്തി, ആ വൈഭവം നടത്തിക്കൊണ്ടിരിക്കും. ആ ചുമ്മാ ഇരിക്കാനാണ് നമുക്കറിയാത്തത്. എല്ലാത്തിലും അവിശ്വാസം, എല്ലാത്തിലും. സകല ശ്രേയപ്രദോദ്യോഗിന, എല്ലാ ശ്രേയസ്സും സർവേശ്വരൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്രയായിട്ടും മഴ പെയ്യണു, സമയത്തിനെല്ലാം കിട്ടണു, ഒക്കെ നടക്കണു. ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിന, വേണ്ട അറിവുകളൊക്കെ എപ്പ തരണോ അതൊക്കെ തരണു. ദൃഷ്ടമായിട്ടുള്ള അറിവുകളൊക്കെ ഇന്ദ്രിയങ്ങൾ തരണു. അദൃഷ്ടമായതൊക്കെ വേദം തരുന്നു. ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാൻ. ഉള്ളില് പ്രാണനായിട്ടും മനസ്സായിട്ടും അറിവായിട്ടും അഭിമാനമായിട്ടും ഒക്കെ നിൽക്കുന്നു. വെളിയിലെ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും നക്ഷത്രങ്ങളായിട്ടും വായുവായിട്ടും വൃക്ഷങ്ങളായിട്ടും ധാന്യങ്ങളായിട്ടും ഓഷധി വനസ്പതികളായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ നിൽക്കുന്നു. ആരുടെയൊക്കെ രൂപത്തിൽ വന്നൊക്കെ ചെയ്യണു. സർവജ്ഞസ്യ, സർവജ്ഞനാണ്. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല. ദയാകരസ്യ, കാരുണ്യത്തിന്റെ കടലാണ്. കിം വേദിതവ്യം. അവിടെ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പരമാന്തരംഗ ഇങ്ങനെ ഒരു ഭഗവാൻ ഹൃദയത്തില് സർവസാക്ഷിയായിട്ടുണ്ട് എന്ന് ഞാൻ നിരന്തരം ഓർത്തുകൊള്ളാം, സ്മരിച്ചുകൊള്ളാം, വേറൊന്നും വേണ്ട. ചിത്തേ സ്മരാമി അന്വഹം. അങ്ങനെ സ്മരണ ചെയ്യുന്നത് തന്നെ ധർമ്മപരിപാലനം എന്ന് പറയണത്. അങ്ങനെ ചെയ്താൽ ആ പരമപുരുഷൻ, ആ സർവേശ്വരൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്ന് ധരിക്കണ്ട, അമ്മ അച്ഛൻ ബന്ധു എല്ലാം ആയിട്ടുള്ള ഭഗവാൻ സർവേശ്വരൻ, ആ ഈശ്വര തത്വം നമുക്ക് ജാഗ്രത അവസ്ഥയിൽ ശരീര മനസ്സോടുകൂടെ ഇരിക്കുമ്പോ, നമുക്ക് അമ്മയും അച്ഛനും കുട്ടിയായിട്ടിരിക്കുമ്പോൾ മാത്രം പോരാ, ഓൾ ത്രൂ ലൈഫ് വേണം. എപ്പോഴും ഉള്ള ഒരു അമ്മയും അച്ഛനും വേണം. ഈശ്വരൻ അമ്മയാണ്, ഈശ്വരൻ അച്ഛനാണ്, ഈശ്വരനിൽ പ്രിയമുണ്ട്, അറിവുണ്ട്. നമുക്ക് എപ്പോ വേണോ അപ്പപ്പോ സപ്ലൈ ചെയ്യാനുള്ള സർവജ്ഞത്വമുണ്ട്. ആ ഭഗവത് തത്വത്തിനെ ഹൃദയത്തില് അറിഞ്ഞാൽ ഇവൻ സന്തോഷായിട്ടിരിക്കും. അടുത്ത ശ്ലോകം നോക്കൂ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദി മധ്യ അന്തം. ആദി മധ്യം അന്തം ഒന്നുമില്ല. അനന്തവീര്യം. ഭഗവാന്റെ എനർജിക്ക് മാത്രം ഡിപ്ലീറ്റേ ആവില്ല. നമുക്കൊക്കെ കുറെ കഴിയുമ്പോൾ, പ്രവർത്തിച്ചു കഴിയുമ്പോൾ വി ബിക്കം ഡിപ്ലീറ്റ്.
തളർന്നുപോയി. ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സ് ഓഫ് എനർജി, അനന്തവീര്യം, അനന്തബാഹും. ഈ വർണ്ണനയിൽ ഏറ്റവും അധികം വന്നത് ഒരുപാട് കൈകളാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലോകത്തിൽ ആലോചിക്കണം, ഒന്ന് കൈ തരൂന്നാണ് സഹായിക്കാനേ. ഒരു കൈ കിട്ടും. കൈ ഭഗവാന്റെ ഒരു മുഖ്യ അംഗമാണ്. വേദം പറയണു, അയം മേ ഹസ്തോ ഭഗവാൻ, അയം മേ ഭഗവത്തരഹ. ഈ ഹസ്തം ഭഗവാനാണ്, ഇത് ഭഗവാനും മേലെയാണെന്നാണ്. ഈ കൈ കൊണ്ടാണ് ലോകത്തിലെ പല കാര്യങ്ങളും പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് അനന്തബാഹും, ഈശ്വരനെ ആശ്രയിച്ചാൽ എല്ലാ കൈയിലൂടെയും ഈശ്വരൻ വരും, എല്ലാ കൈയിലൂടെയും തരും. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ലോകത്തിലെ പല പ്രവൃത്തികൾ ചെയ്യണമെന്ന് വരുമ്പോൾ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഡോണ്ട് തിങ്ക് അബൌട്ട് മണി, ഇറ്റ് വിൽ പോർ ഡൗൺ ഫ്രം ദ ഹെവൻസ്. എന്താണെന്ന് വെച്ചാൽ വിശ്വരൂപനായ ഭഗവാനുണ്ട്, ഭഗവാന്റെ പ്രവൃത്തിയാണ്, എല്ലാ കയ്യിലൂടെയും വരും, എല്ലാത്തിലൂടെയും വരും. നമ്മളുടെ സെൽഫിഷ് മോട്ടീവ് ആണെങ്കിൽ ഒന്നും വരില്ല. ബാങ്കിൽ ലോൺ എടുത്തോണ്ടിരിക്കണം അല്ലേ? ഈശ്വരന്റെ കാര്യത്തിനാവുമ്പോ എവിടുന്നെങ്കിലുമൊക്കെ വന്ന് വീഴുന്നതാണ്. ശങ്കരാചാര്യർ കാരുണ്യം കൊണ്ട് പറഞ്ഞു, കനകധാരാസ്താവ് മോളൊന്ന് വീണു. എന്താണെന്ന് വെച്ചാൽ സമയമായി, കാരുണ്യം. നമ്മുടെ ആത്മതീർത്ഥത്തില് അവര് സമൃദ്ധമായി എന്ന് എഴുതി. നമ്മള് എന്താന്ന് വെച്ചാൽ എങ്ങനെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ജനറലി ഈശ്വരന്റെ അനുഗ്രഹം എങ്ങനെ വരുന്നുള്ളത് പെട്ടെന്ന് സമൃദ്ധരായി. പക്ഷേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ കളർ മഴ പെയ്തു, തവള മഴ പെയ്തു. ഒരിക്കലും ഒരു സ്ഥലത്തെ ഈ റെക്കോർഡഡ് ആണ്, വെള്ളി കോയിൻ വീണു അത്ര മഴ പെയ്തപ്പോ, ഒരുപാട് കോയിൻസ്. ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. അപ്പൊ ഈശ്വരന് അനന്തബാഹും, അനേകം കൈകളിലൂടെ ഭഗവാൻ ഈ ജീവന് അനുഗ്രഹിക്കാനിരിക്കുകയാണ്. ശശി സൂര്യനേത്രം, സൂര്യചന്ദ്ര കണ്ണുകളാണ് ഭഗവാന്റെ. 2 കണ്ണുകളാണ് സൂര്യന് ചന്ദ്രൻ. പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം. ഇത് ഇന്നലെ കണ്ടു തോന്നുന്നു. ആയി തുറന്നാക്കി. ഹുതാശവക്ത്രം. അടുത്ത ശ്ലോകം. ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമിദം തവോഗ്രം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ദ്യാമാ പൃഥിവ്യോഹു ഇതമന്തരം, ആകാശവും ഭൂമിയും ഉള്ള ഈ നടുവിലുള്ള സ്പേസ് മുഴുവനും ത്വയാ ഏകേന വ്യാപ്തം. ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ട് അർജുനൻ പറയാണ്, മുഴുവൻ വ്യാപിച്ചിരിക്കണു. ദിശശ്ച സർവാഹ, എല്ലാ ദിക്കുകളും അവിടുന്ന് വ്യാപിച്ചിരിക്കുന്നു. അദ്ഭുതം ഉഗ്രം തവയിതം രൂപം. സാധാരണ രൂപമല്ല, ഏതോ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനായിട്ട് ഇരുന്നാ പോട്ടെ, ഉഗ്രരൂപം, ഡിസ്ട്രക്റ്റീവ് ഫോം, ടെറിബിൾ ഫോം. അത് കണ്ടിട്ട് അർജുനൻ പറയാണ്, ഭഗവാനെ 3 ലോകവും പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരന് സൗമ്യമായ ഒരു രൂപമുണ്ട്, ഭയങ്കരമായ രൂപമുണ്ട്. അതുകൊണ്ടാണ് വേദം പറയണത്, ഭഗവാനെ നിങ്ങളുടെ മധുരമായ ആ രൂപം കാണിക്കും, മറ്റേ രൂപം കാണിക്കരുത് എന്ന് പറയുന്നത്. എത്തേ ദക്ഷിണം വക്ത്രം, മറ്റേ രൂപം കാണിക്കരുത്, പേടി തോന്നണമെന്ന്. അത് കണ്ടു കഴിഞ്ഞാൽ ഭയന്നു പോകും. സൗമ്യനായ ഭഗവാൻ തന്നെ നരസിംഹമായിട്ട് വന്നു അല്ലേ, ഉഗ്രരൂപം. അപ്പൊ ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ, ലോകം മുഴുവനും പേടിച്ചിട്ടിരിക്കണു ഭഗവാൻ. ഒരു സുനാമി വന്നു, ഉഗ്രമായ രൂപം, ഒരു വേൾഡ് വാർ. ആലോചിച്ച് നോക്കൂ, എപ്പോഴാ ബോംബ് വീഴുകയെന്നറിയില്ല, എപ്പോഴാ കൊല്ലുകയെന്നറിയില്ല, ആരെ കൊല്ലും എന്നറിയില്ല. അതൊരു രൂപം. ചെറിയ ഒരു ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ കാണാം, ഒരു പല്ലി ഒരു പ്രാണിയെ പിടിക്കാൻ പോകും, അത് ഓടിക്കൊണ്ടിരിക്കുന്നു, മരണത്തിന് വേണ്ടിയുള്ള വെപ്രാണം. ഉഗ്രമായ രൂപം, സംഹാര രൂപം. അത് കണ്ട് പ്രവ്യഥിതം,
ഒരു വശത്ത് ഭയന്നുകൊണ്ടിരിക്കുന്നു. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാഃ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഹി എന്നുള്ള വാക്കിന് നിശ്ചയമായിട്ടും അങ്ങ് ശാശ്വത ധർമ്മഗോപ്താവാണ്. സുരസംഘാഹ വിശന്തി, ഈ ദേവഗണങ്ങളൊക്കെ തന്നെ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഭാഗവതത്തിലൊക്കെ നമ്മൾ കാണുന്നു, ഓരോരിക്കലും അസുരന്മാർ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുമ്പോൾ ദേവതകളൊക്കെ ചെന്ന് ക്യൂ നിൽക്കും. എല്ലാവരുടെ കയ്യിലും ഒരേ അപ്ലിക്കേഷൻ, ഇയാളെ രക്ഷിക്കണം, ഇയാളുടെ അടുത്തുനിന്ന് രക്ഷിക്കണം, അല്ലേ? കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോ ദേവതകളൊക്കെ പോയി. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സംഘരേ ത്വത്കൃത്താപി കർമ്മശേഷവശതഃ യേതേന യാതാ ഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദുരാർദിതാം ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈഃ പുരൈവാഗതൈഃ. ഈ അസുരന്മാര് ഭയങ്കര ഭാരാത്രേ ഭൂമിക്ക്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉദ്യമിക്കാത്ത മനുഷ്യരൊക്കെ അസുരന്മാരാണ്. അസുരൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് മാത്രമല്ല. അസുരന്മാരിൽ നല്ലവരുണ്ടല്ലോ, വിഭീഷണൻ, അങ്ങനെ എത്രയോ ആളുകൾ, നല്ല ആളുകളെ. പ്രഹ്ലാദനും ഒരു അസുരനാണ്. അപ്പോ അസുരാഹ എന്ന് വെച്ചാൽ ഒരു പെക്യൂലിയർ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. നസുരാഹ, അസുരന്മാർക്ക് ഒരു മറ്റൊരു പേരുണ്ട്, പൂർവദേവാഹ എന്ന്. പൂർവദേവന്മാര് എന്നൊരു പേരുണ്ട് അസുരന്മാർക്ക്. പൂർവദേവൻ എന്ന് വെച്ചാൽ ദേവന്മാരുടെ ഏട്ടന്മാരെന്നർത്ഥം. അവരാണ് ആദ്യം ജനിച്ചത്. അല്ല, ദേവന്മാര് പൂർവമായിട്ടുള്ളവരെന്നും എടുക്കാം, അങ്ങനെ എടുക്കാം. ദേവന്മാരുടെ ഏട്ടന്മാര് എന്നെടുത്താൽ പൂർവദേവാഹ എന്ന് പേരവർക്ക്, അസുരന്മാർക്ക്. അപ്പൊ അവരും ഒരേ പ്രജാപതിയുടെ മക്കളാണ്. ഈ അസുരന്മാരെ കേരളത്തിൽ നമുക്ക് എപ്പോഴും ഈ അസുരന്മാരോടാണ് ഒരു പ്രതിപറ്റി കൂടുതൽ. മഹാബലി തമ്പുരാനെ വാമനൻ ജയിലിലിട്ടു എന്നൊക്കെയാണ് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത്. വാമനൻ വേറെ ഏതോ ഒരു കാറ്റഗറിയും ഞങ്ങളൊക്കെ മഹാബലിയുടെ ആളുകൾ, രാവണന്റെ ആളുകൾ എന്നൊക്കെയാണ് ഒരു വാദം. സ്വയം സമ്മതിക്കുകയാണ് സ്വഭാവം. അപ്പോ അസുരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയല്ല. അതിനകത്തും അസുഷുരമന്തേ ഇത്യസുരാഹ, ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാതെ കഴിച്ചുകൂട്ടുന്നവര് ഭൂമിക്ക് ഭയങ്കര ഭാരം അത്ര. ഒരു സ്വാമി ഉണ്ടായിരുന്നു. ശിഷ്യന്മാര് ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ, ജപം ചെയ്തിട്ടില്ല, ധ്യാനം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവരെ ആക്കോ ഭൂഭ എന്ന് വിളിക്കും. ഇപ്പൊ ഒരു ദിവസം ചോദിച്ചു ഒരാൾ, എന്താ ഈ ആക്കോ ഭൂഭ? ഇത് വല്ല ബംഗാളിയാണോ മറാഠിയാണോ ഏത് ഭാഷ? ഒന്നുമില്ല, അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരം. ആ കോ ഭൂഭ, അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരം. അരി തീർന്നു പോവും അവൻ ജീവിച്ചിട്ട്, ഭൂമിക്ക് വെറുതെ ഭാരം, ഒരു പ്രയോജനമില്ല. അപ്പൊ ഭൂമി ദേവി വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഒരു അപ്ലിക്കേഷനായിട്ട് പോയി. അപ്ലിക്കേഷനായിട്ട് പോകുമ്പോൾ ക്യൂ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്, റേഷൻ കാർഡ് വാങ്ങിക്കാൻ നിൽക്കണ പോലെ. പിന്നാലെ നിൽക്കുന്നു, നോക്കുമ്പോ എല്ലാവർക്കും ഒരേ അപ്ലിക്കേഷനാണ്. ദേവൈഹി പുരൈവാഗതൈഹി. ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് കഥ പറഞ്ഞാലും അങ്ങനെ സുരസംഘാഹ വിശന്തി. അർജുനൻ ഇവിടെ പറയുന്നത് ദേവന്മാരൊക്കെ ഭഗവാനെ പോയി സമീപിക്കും. ഇവിടെയുള്ള ആളുകളുടെ ഉപദ്രവം സഹിക്കവയ്യ, പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കണു. ദേവതകളൊക്കെ പ്രകൃതിയിലുണ്ടല്ലോ, അല്ലേ? ഓരോന്നിനകത്തും ദേവതകളുണ്ട്. അഗ്നിയിലെ ദേവതയുണ്ട്. അഗ്നിയിപ്പോ നമ്മൾ അശുദ്ധാക്കി. അപ്പൊ അഗ്നി ചെന്ന് ഭഗവാന്റെ അടുത്ത് പറയും. രാമായണത്തിൽ അഗ്നി പോയിട്ട് പറയണ ഒരു മുഖ്യമായ കംപ്ലൈന്റ്, എന്നെ വെറും പാചക ഗ്യാസാക്കി മാറ്റിയിരിക്കണം. ശരിക്കും എങ്ങനെയാ പറയണത്? അഗ്നി പറഞ്ഞത്, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു
അവർക്ക് പാചകം ചെയ്യാൻ ഒരു സാധനം എന്നല്ലാതെ ആരാധനയൊക്കെ പോയിരിക്കണു. അവരെന്നെ ആരാധിക്കണില്ല, എന്നെ വെറുതെ പാചകത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് കംപ്ലൈന്റ് പറയണത്. നോക്കൂ, നമ്മൾ ആ സ്ഥിതിയിലല്ലേ ഇരിക്കണത്. എല്ലാ വസ്തുക്കളും പ്രകൃതിയിലുള്ള ജലം, അഗ്നി, ഇപ്പൊ ജലത്തിനെയും ദുഷിപ്പിച്ചു അല്ലേ? ജലദേവത, അഗ്നിദേവത, വായുവിനെയും ദുഷിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ ദേവതകളാണ്. ഈ ദേവതകളൊക്കെ സർവേശ്വരന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം. കേചിത് ഭീതാഹ പ്രാഞ്ചലയോ ഗൃണന്തി, ഭയപ്പെട്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. മഹർഷികളൊക്കെ തന്നെ ലോകത്തിന് മംഗളം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സ്വസ്തി സ്വസ്തി സ്വസ്തി. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ സ്വസ്തിന സാക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. സ്വസ്തി സ്വസ്തി എന്ന് പറഞ്ഞ ഋഷികള് സ്വസ്തിവാചകം ചൊല്ലുകയാണ്. പല വിധത്തില് സ്തുതികൾ കൊണ്ട് ഭഗവാനെ ദേവതകളും മഹർഷികളും ഒക്കെ സ്തുതിക്കുന്നു. അത് മാത്രല്ല, നോക്കാം, രുദ്രാദിത്യാ വസവോ യേ ച സാധ്യാം വിശ്വേശ്വിനോ മരുതശോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാഃ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. രുദ്ര ആദിത്യാഹ, രുദ്രന്മാരും ആദിത്യന്മാരും, ഏകാദശ രുദ്രന്മാരും 12 ആദിത്യന്മാരും 8 വസുക്കളും സാധ്യന്മാരും വിശ്വേദേവന്മാരും അശ്വിനി ദേവന്മാരും മരുദ്ഗണങ്ങളും ഇതൊക്കെ വേദപ്രതിപാദ്യങ്ങളായ ദേവതകളാണ്. ഈ ദേവതകളൊക്കെ വേദത്തിലുണ്ട്. വേദത്തില് ഈ ഓരോ ദേവതയ്ക്കും മന്ത്രങ്ങളുണ്ട്, സ്തുതികളുണ്ട്. ഈ ദേവതകളൊക്കെ ഋഷികൾക്ക് പ്രത്യക്ഷമായിരുന്നു, ഉപാസകന്മാർക്ക് പ്രത്യക്ഷമായിരുന്നു. പിന്നെ ഉള്ള കാലത്തിലാണ് ഈ ദേവതകളുടെ സ്ഥാനത്തിലൊക്കെ പുരാണ ദേവതകൾ വന്നതോടുകൂടെ വൈദികമായ ദേവതകളൊക്കെ നമ്മളുടെ ദൃഷ്ടിപഥത്തുനിന്ന് മറഞ്ഞുപോയി. ശിവൻ, വിഷ്ണു, ഗണപതി, ദേവി, അങ്ങനെയൊക്കെ ആയി. ഇതൊന്നും വേദത്തിൽ കാണില്ല. വേദത്തിൽ കാണുന്ന ദേവതകളെയാണ് ഇവിടെ പറയണത്. രുദ്രന്മാര്, ആദിത്യന്മാര്, സാധ്യന്മാര്, വിശ്വേദേവന്മാർ, അശ്വിനി ദേവന്മാർ, മരുദ്ഗണങ്ങൾ, പിതൃദേവതകൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ, ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ തന്നെ ഭഗവാനെ ആശ്ചര്യത്തോടെ വീക്ഷിക്കണം. നോക്കൂ, വിശ്വരൂപ ദർശനത്തില് എല്ലാ സ്പീഷിയും കാണുകയാണ്, എല്ലാ ഭാവങ്ങളും കാണുകയാണ്. പല വിധത്തിലുള്ള ദേവതകളെയും സിദ്ധന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ അർജുനൻ കാണുന്നു. നമുക്ക് ഈ ഒരു ലോകത്തിൽ തന്നെ പരന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഭൂമി മാത്രം കാണുന്നു. കടലിനുള്ളിൽ പോയി നോക്കൂ, ഭൂമിയുടെ 3 ഇരട്ടി വലുപ്പമുണ്ട്. അതിനകത്ത് കുറെ ജീവികളുണ്ട്, വിചിത്രമായ ജീവികളുണ്ട്, എത്രയോ ക്രീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മൾക്ക് മേലെ ഹയർ പ്ലെയിൻസിൽ പോയ അനേകം ദേവതകളുണ്ട്. അവരെയൊക്കെ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തില് കാണുകയാണ്. അതൊക്കെ കണ്ട് അവരൊക്കെ ഭഗവാനെ ആശ്ചര്യത്തോടെ നോക്കുന്നത് അർജുനൻ കണ്ടു. അടുത്ത ശ്ലോകം നോക്കാം. രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാഃ പ്രവ്യഥിതാസ്തഥാഹം. നെറ്റ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാ, ഭഗവാനെ വയറില് അകത്തൊരു ഗൂഡ്സ് വണ്ടി ഓടുന്നു, പേടിച്ചുപോയി എന്നർത്ഥം. പ്രവ്യഥിതാഹ, ഞാൻ മാത്രമല്ല ഈ സീനിൽ കാണുന്നവരൊക്കെ പേടിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ വിശ്വരൂപം കണ്ടിട്ട് ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് അർജുനൻ കണ്ടുവോ, ഇന്നലെ സ്വപ്നത്തിൽ ഞാനൊരു ഭയങ്കരമായ രൂപം കണ്ടു, പേടിച്ചുപോയി. രക്ഷപ്പെടാനായിട്ട് സ്വപ്നത്തിൽ ആരുടെടുത്തൊക്കെയോ പോയി നോക്കി, അവരൊക്കെ പേടിച്ചിരിക്കുന്നു. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കണു. പ്രവ്യഥിതാഹ ലോകാഹ, ലോകങ്ങളൊക്കെ പേടിച്ചിരിക്കണു, ഞാനും പേടിച്ചിരിക്കണു.
മഹത്തേ രൂപം, അങ്ങയുടെ ഭയങ്കരമായ രൂപം. ബഹുഭക്ത്ര, അനേക മുഖങ്ങളും കണ്ണുകളും. പിന്നെയും ബഹുബാഹു, ഒരു പാദം. പിന്നെയും കുറെ കൈയും കാലുകളും. ബഹൂദരം, അനേകം വയറുകള്. ബഹുദംഷ്ട്രാകരാളം, ഭയങ്കരമായ പല്ലുകള്, ദംഷ്ട്രകള്. കരാളദംഷ്ട്രാണ്. വിശ്വരൂപം മാത്രം കാണുന്ന ആശിക്കാനും പാടില്ല. കണ്ടാ പേടിച്ചു പോകും. ടെറിബിൾ ഫോം അല്ലേ? വിവേകാനന്ദ സ്വാമിക്ക് ക്ഷീർ ഭവാനി എന്ന് പറഞ്ഞ കാശ്മീരിലെ ഒരു സ്ഥലത്ത് കാളിയുടെ അങ്ങനെ ഒരു ദർശനം ഉണ്ടായി. അതിൽ ആ പോയട്രി വേഷത്തിന് നമ്മൾ പേടിച്ചു പോകും. കാളി ദമദാർ എന്ന് പറഞ്ഞിട്ട് എല്ലാം നശിപ്പിക്കുന്നതും രോഗമായിട്ടും സംഹാരമായിട്ടും എല്ലാത്തിനും ഇല്ലാതെ ചെയ്യുന്നതുമായിട്ട് ദംഷ്ട്രാകരാളത്തോടു കൂടെ ഉള്ള രൂപം. അതില് അദ്ദേഹം പറയേണ്ട മധുരമായ സ്വീറ്റ് ആയിട്ടുള്ള ഫോം മാത്രം പോരാ, വർഷിപ്പ് ദ ടെറിബിൾ, then only you can transcend the terrible. Worship the terrible. ഭയങ്കരമായിട്ടുള്ളതിനെയും ആരാധിക്കണം, ഭയപ്പെടരുത് കണ്ടിട്ട്. ഭയങ്കരമായിട്ട് മുമ്പിൽ ഒരു രൂപം വരുമ്പോ നാമദേവ് ഒരിടത്ത് ഒരു ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെട്ടു അത്രേ. അതിനെ വിഠല എന്ന് പറഞ്ഞ് സ്തുതിച്ചു എന്നാണ്. അത് പാണ്ഡുരംഗന്റെ സ്വരൂപമായിട്ട് സ്തുതിച്ചു. അല്ല, മധുരമായിട്ട് ഭംഗിയായിട്ടുള്ള രൂപം മാത്രമല്ല, എത്ര ഭയങ്കരമായിട്ടുള്ള രൂപം കണ്ടാൽ അതിൽ ഭഗവാൻ. നരസിംഹത്തിനെ കണ്ട എല്ലാരും പേടിച്ചു. പ്രഹ്ലാദൻ പേടിച്ചില്ലല്ലോ. പ്രഹ്ലാദൻ പറഞ്ഞു, നാഹം വിവേമി അചിതത്തെ അതിഭയാനകാസ്യ. അങ്ങയുടെ ഭയങ്കരമായി ദംഷ്ട്രാവായ പല്ലൊന്നും കണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. അതിനേക്കാളും ഭയങ്കരമായി സംസാരത്തിനെ ഞാനിവിടെ കണ്ടിരിക്കുന്നു. ലൗകിക ജീവിതത്തിന്റെ ഭയങ്കരത കാണുമ്പോൾ ഭഗവാൻ എത്ര ഭയങ്കര രൂപം ധരിച്ചാൽ എനിക്ക് ഭയമൊന്നുമില്ല എന്നാണ്. യാതൊരു പേടിയുമില്ല ഭഗവാന്. ഇപ്പൊ നരസിംഹസ്വാമിയെ കണ്ട് പ്രഹ്ലാദൻ ഭയപ്പെട്ടില്ല. അപ്പോ ഭയങ്കരമായ രൂപം, ഭക്തന് ഭയമൊന്നുമില്ല. ജീവിക്കാൻ ആഗ്രഹമുള്ളവന് ഭയമുണ്ട്. അതാണ് രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം ബഹുമഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാഹ പ്രവ്യഥിതാസ്തദാഹം. ലോകം മുഴുവൻ പേടിച്ചുപോയി, എനിക്കും ഭയം തോന്നുന്നു. അടുത്ത ശ്ലോകം, നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. അർജുനൻ പറയാണ്, ഈ രൂപം കണ്ടിട്ട് എന്റെ വിൽ പവർ പോയി. ഐ ആം അൺസെറ്റിൽഡ്. ശമം ച, എന്റെ ശാന്തിയും പോയി എന്നാണ്. അപ്പൊ കാണണോ വിശ്വരൂപം? പ്രിപ്പയർഡായിട്ട് സർവവും ആത്മസ്വരൂപമായിട്ട് കാണണമെന്നല്ലാതെ ഭയങ്കരമായ രൂപം കാണാൻ നിൽക്കാൻ പാടില്ല. ഇത് രുദ്രന്റെ രൂപമാണ്. അതുകൊണ്ടാണ് വേദത്തിൽ എവിടെയൊക്കെ രുദ്രന്റെ ഭാവം വരുന്നോ അവിടെയൊക്കെ കൈ ഒന്ന് കഴുകിക്കളയും, പേടി നിൽക്കാതിരിക്കാൻ. ആഹൂതി ഇട്ടാൽ തന്നെ ഒന്ന് ജലം സ്പർശിച്ച സംഹാരരൂപമാണ്. നഭസ്പൃശം, ആകാശം മുട്ടി നിൽക്കണു. എന്നുവെച്ചാൽ ആകാശം മുട്ടാൻ ഒക്കുവോ? ഒക്കില്ല. അതിന് ആദിയും അന്തവുമില്ല. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അടിക്കും മുടിക്കും പറന്നു നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അതാണ് നഭസ്പൃശം. ദീപ്തം, ജ്വലിക്കാണ്. ഇഫൾജന്റ്, അനേക വർണ്ണം, അനേകം കളർ. വ്യാപ്താനനം, വായു പൊളിച്ചിരിക്കുകയാണ് ഇങ്ങനെ മുഴുവൻ. ഒക്കെ അവസാനമാവുമ്പോ ചുരുട്ടിക്കൂട്ടി വിഴുങ്ങിക്കള. കബളനം എല്ലാം ഭഗവാന്റെ വായാണ്. ദൃഷ്ട്വാഹിത്വാം, കണ്ടിട്ട് പ്രവ്യഥിതാന്തരാത്മ, പേടിച്ചുപോയി.
ധൃതിം ന വിന്ദാമി, എനിക്ക് ധൈര്യം പോയി, ശമം മനസ്സിന്റെ സമനിലയും തെറ്റിയിരിക്കണു ഭഗവാനെ. ശമം ച വിഷ്ണു, മനസ്സിന്റെ സമനിലയും ഇളകിപ്പോയിരിക്കണു. ഭയങ്കര രൂപം ഒന്ന് കണ്ടാൽ സമം ശമം ച വിഷ്ണു, അതായത് സർവേശ്വരൻ ജീവിതത്തിൽ തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലെ. ജീവിതത്തില് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുമ്പോൾ സമനില തെറ്റിപ്പോവും. നമ്മൾക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ വിചാരിക്കും, ധൈര്യമൊക്കെ ചോർന്നു പോവും, തളർന്നു പോയി കളയും. അതൊക്കെ വിശ്വരൂപത്തിന്റെ ഒരു അംശമാണ്. ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫില് ചെറിയ ചെറിയ വിഷമങ്ങള്, ആർക്കോ മരണം വരുന്നു, മഹാവ്യാധി വരുന്നു, വിഷമങ്ങളൊക്കെ വരുമ്പോ ഇളകിപ്പോയി. നല്ല ധൈര്യശാലിയായിരുന്നതാണ്, ആടിപ്പോയി, സമനില പോയി. എന്റെ വിശ്വരൂപം, വിശ്വരൂപത്തിന് ഒരു ചെറിയ ഒരു അംശം. ദംശ്രാകരാളാനി ചേതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. അപ്പൊ പേടി വരുമ്പോ, ജീവിതത്തിൽ വിഷമം വരുമ്പോ എന്താ ചെയ്യാം? നരകത്തിൽ നിന്നും കരകേറ്റേണമേ തിരുവയ്ക്കം വാഴും ശിവശംഭോ. വിഷമം വരുമ്പോ പ്രസീദ ദേവേശ ജഗന്നിവാസ. സംസാരത്തിന് ആ വിഷമം ഭയങ്കരതയൊക്കെ കാണുമ്പോ അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലി കൃതതാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം. ഭയങ്കരമായ രൂപം മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്ത് ചെയ്യും? കരയാനേ പറ്റുള്ളൂ. കരഞ്ഞാലോ ഭഗവാൻ ഞാൻ വന്നോളാം. പ്രസീദ ദേവേശ ജഗന്നിവാസ. ദംഷ്ട്രാകരാളുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അർജുനൻ. ധൈര്യശാലിയായ അർജുനൻ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങിയെന്നർത്ഥം. ദംഷ്ട്രാകരാളാനി ചതേ മുഖാനി കാലാനല സന്നിഭാനി ദിശോന ജാനി. എനിക്ക് ദിക്കൊന്നും കാണാൻ വയ്യാണ്. എന്നാൽ ലഭേജ ശർമ്മ, മനസ്സിനൊരു ശാന്തി, സന്തോഷമൊന്നുമില്ല. ശർമ്മ എന്ന് വെച്ചാൽ സന്തോഷം. അയാൾ വർമാവാണ്, അയാളിപ്പോ ശർമാവായിട്ട് മാറി. ശർമ്മ ഇല്ലാതായി. ഇപ്പോ ക്ഷത്രിയൻ വർമാവാണ്, ബ്രാഹ്മണൻ ശർമാവാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ക്ഷത്രിയൻ യുദ്ധമൊക്കെ ചെയ്ത്, വർമ്മ എന്ന് വെച്ചാൽ കവചം, സംരക്ഷിക്കേണ്ട ആളാണ്. ബ്രാഹ്മണൻ എന്ത് കിട്ടിയോ അത് വെച്ചുകൊണ്ട് സമാധാനമായിട്ടിരിക്കുകയാണ് ശർമ്മ. അർജുനൻ പറഞ്ഞു ന ലഭേച്ച ശർമ്മ. ഇപ്പൊ നമ്മുടെ ബ്രാഹ്മണരൊന്നും ശർമ്മ അല്ല, ഒക്കെ മർമ്മമായിട്ടിരിക്കും. ലഭേജ ശർമ്മ, ശർമ്മ ഇല്ല. എനിക്ക് സന്തോഷം പോയി, ആനന്ദം പോയി, ദിക്കുകളൊന്നും കാണാൻ വയ്യ, ഒരു സമാധാനമല്ല. അപ്പൊ എന്താ? പ്രസീദ ദേവേശ ജഗന്നിവാസ. പ്രസീദ പ്രസീദ. അപ്പോഴാണ് ഭഗവാൻ എടുത്ത് രക്ഷിക്കൂ, ഭഗവാനെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയണത്. ഹേ ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി ഋഷഭ അവനിദ്രുഗ് രാജന്യ വംശദഹന അനപവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അല്ലേ? ഒരു വഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഭഗവാനെ വിളിക്കല്ലാതെ വേറൊരു വഴിയുമില്ല. ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങോട്ട് ഉറക്കങ്ങോട്ട് ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് വിളിക്കുന്നു. അപ്പോഴാണ് ദറ്റ് റിയൽ ഇൻവോക്കിംഗ് വിൽ കം ഫ്രം ദ ഹാർട്ട്. അതുവരെയ്ക്കും വരില്ല. എല്ലാം പോയി. നമ്മളുടെ കയ്യിൽ ഒരു പിടിയുമില്ല. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാതാവുമ്പോ കുട്ടികൾ കരയണം പോലെ കരയും. രക്ഷ 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 എന്ന് അപ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന വാസ്തവത്തിന് ഉള്ളുന്ന് വരാം. എനിക്ക് വേറെ ഗതിയില്ലാതാവുമ്പോ ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തിഗതാ പുനർന ദിവസാ കാലോ ജഗദ്ഭക്ഷക
ലക്ഷ്മീതോയതരംഗഭംഗജബലാ വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം കരുണാകര കരുണയാ ത്വം രക്ഷ രക്ഷാധുന. പ്രസീദ ദേവേശ ജഗന്നിവാസ. അർജുനൻ പറഞ്ഞു, ഹേ ജഗന്നിവാസ, ഹേ നാരായണ, പ്രസീദ, എനിക്ക് ദിക്കൊന്നും അറിയണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ഒരു വെളിവില്ലാതിരിക്കപ്പോ. മരണസമയത്ത് ഇങ്ങനെയൊക്കെ ട്രാക്കിലൂടെ ഉള്ള യാത്രയുണ്ട് ഈ ജീവന്. അപ്പോഴൊക്കെ ആ സർവേശ്വരനെ മുമ്പേ ഉപാസിച്ച് കൂടെ വെച്ചുകൊണ്ടിരുന്നാൽ സമാധാനം. ഭഗവത് അനുഭവം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മഹാപുരുഷ സമ്പർക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് അത് മുമ്പിൽ വന്ന് നിൽക്കും. ജീവിതം മുഴുവൻ അഗ്നിയെ ഉപാസിച്ച ആൾക്ക് അഗ്നി അവസാനം വന്ന് നിൽക്കും എന്നാണ് കൊണ്ടുപോകാൻ. ആ വഴി കൂടെ വരൂ വരൂ വരൂ. ഇഷ്ടദേവത മുമ്പിൽ വന്ന് നിൽക്കും, സദ്ഗുരു മുമ്പിൽ വന്ന് നിൽക്കും. പേടിക്കേണ്ടതാണ്. മാ ഭൈഹി മാ ഭൈഷ്ഠ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആ ദേവയാന മാർഗത്തില് കൂട്ടിക്കൊണ്ടുപോകും. അല്ലെങ്കിലോ അതുപോലെയാണ്, ദിക്കും കാണാനല്ല, ഇരുട്ടായിട്ടിരിക്കണു, ദംഷ്ട്രാകരാളകൾ കാണുന്നു, പലവിധ രൂപങ്ങൾ കാണുന്നു, ഭാവങ്ങൾ കാണുന്നു. ശക്രൻ മൂത്രം വിമുഞ്ചതി. ഭാഗവതം പറയാ, പേടിച്ചിട്ട് മൂത്രം ഒഴിച്ചു പോയി. മരണസമയത്തുള്ള പല വിധത്തിലും മനസ്സിന്റെ സമനില തെറ്റിക്കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ എല്ലാം ഏകപിണ്ഡമായിട്ട് ഭയങ്കരമായിട്ട് കാണുമ്പോ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഭഗവാനല്ലാതെ വേറെ ഒന്നും ഗതിയില്ല. ലോകത്തിലുള്ളതൊക്കെ മതി മതി മതി, അലമലം. പ്രസീദ ദേവേശ ജഗന്നിവാസ ദിശോ ന ജാനേന ലഭേച്ച ശർമ്മ. മനസ്സിന്റെ സന്തോഷമൊക്കെ പോയി, ദിക്കുകളൊന്നും കാണാൻ വയ്യ. സർവേശ്വരനല്ലാതെ വേറെ വഴിയില്ല. മനസ്സ് പറ്റിച്ചു കളഞ്ഞു. അതാണ് ഞാൻ ലഭേച്ച ശർമ്മ. മനസ്സിലാണ് ധൈര്യമേ. മനസ്സിന്റെ ധൈര്യമൊക്കെ എത്ര നേരം നിൽക്കുമെന്നുള്ളത് സന്ദർഭം വരുമ്പോ അറിയാം. നായി ഓടിക്കണ വരെ ധൈര്യം അല്ലെ, ചിലർക്ക് ധൈര്യമുണ്ട്. ഒരു സന്ദർഭം വരണ വരെ അതുവരെ എല്ലാ ധൈര്യശാലിയാണ്. ജീവിതത്തിൽ ഒരു വിഷമം വരണത് ഒന്നും ഞാൻ ഭയപ്പെടില്ല എന്നാണ്. ആരെന്ത് വേണമെങ്കിൽ വരട്ടെ എന്ന്. സന്ദർഭം വരുമ്പോ നലഭേജ ശർമ്മ ധൃതിം ന വിന്ദാമി. ആരാ പറയണത്? അർജുനൻ, ഗാണ്ഡീവി. ആര് കയ്യിൽ വില്ലെടുത്താ ബാക്കിയുള്ളവരൊക്കെ പ്രകമ്പനം കൊള്ളുവോ അങ്ങനെയുള്ള ആളാണ്. ഭഗവാന്റെ ഭയങ്കരമായ രൂപത്തിനെ കണ്ടിട്ട് പറയണത്, ഭഗവാനെ കൈയും കാലും മുട്ടൊക്കെ കൂട്ടിയിടിക്കാം, സമാധാനമില്ലാന്ന്. ദിശോ ന ജാനേന ലഭേജ ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമ്മള് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.